നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും വിഷു സംബന്ധമായ ഒരു റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നാടിൻ്റെ ഒരു ഓർമ്മയും ഒക്കെ അല്ലേ വരിക. എപ്പോഴും ഒരു ആഘോഷം ഒക്കെ ഉണ്ടാകുമ്പോഴുന്ന സമയത്താണ് മിക്കവാറും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. വിഷുവിൻ്റെ സമയത്താണ് പിന്നെ പറയണ്ട, കണി വെക്കാൻ എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കും. ഉണ്ണിയപ്പോ നെയ്യപ്പോ എന്തായാലും ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിത് ചെറിയ പഴമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം, അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഏത്തപ്പഴം വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോകുന്നു. അങ്ങനെ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മറ്റേ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏത്തപ്പഴം വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പച്ചരി 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി ഇത് ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിലോ മറ്റോ നന്നായിട്ട് പരത്തിയിട്ട് ഒന്ന് ഇടാം. അപ്പോൾ ഇതിലെ വെള്ളം ഒക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടത് ശർക്കരയാണ്. നമ്മൾ 600 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ശർക്കര പാനി എന്താണെന്ന് വെച്ചാൽ നല്ലോണം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരിയിലെ വെള്ളവും അതുപോലെ ഇതിൻ്റെ ചൂടും ഒക്കെ ഒന്ന് മാറി കിട്ടുന്ന സമയം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മയം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്, സാധാരണ നമ്മൾ ചെറിയ പഴമൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ഇതിൽ നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത്. 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം നമുക്ക് മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വേണം. അപ്പോൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അധികം കളറൊന്നും മാറണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് വേണം. അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ, ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 7 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി അരി ഒന്ന് പൊടിച്ചെടുക്കാം, നന്നായിട്ട് തന്നെ പൊടിക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിപ്പ വെച്ചിട്ട് നമ്മൾ നൂൽപ്പെട്ടിൻ്റെ ഒക്കെ ആ ഒരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല ചൂടിൽ മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഈ ശർക്കരപ്പാനിയിലേക്ക് നമുക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ മൈദ ചേർക്കുന്നുണ്ട്. 100 ഗ്രാം മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി പഴം അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങാക്കൊത്ത്, എള്ള്, ഏലക്കാപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇത് കുറച്ചൊരു കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചൊരു 1 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ കണ്ടില്ല, കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത അതിനേക്കാളും. അപ്പോൾ ഇത് പക്ഷേ ഓക്കെയാണ്, നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടി നമുക്ക് കുഴിക്കാര സ്റ്റൗവിൽ വെക്കാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ കുഴിക്കാര നട്ടാൽ പറയും, ഉണ്ണിയപ്പ ചട്ടിയില്ലേ അതിന്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 തുള്ളി നെയ്യ് മതി, എല്ലാ കുഴിയിലും ആക്കി കൊടുക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മണവും പിന്നെ ടേസ്റ്റും അതൊന്നും പോരാതെ പെട്ടെന്ന് കുഴിയിൽ നിന്ന് നമുക്ക് ഉണ്ണിയപ്പം എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അടിയിൽ പിടിക്കാതൊക്കെ എടുക്കാൻ പറ്റും എന്നാണ് പറയുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ സാധാരണ വെളിച്ചെണ്ണയല്ല, സാധാരണ ഓയിലൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഒരു ട്രഡീഷണൽ രീതിയിൽ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുക. പിന്നെ ഈ വെളിച്ചെണ്ണ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കൂട്ടിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കൂട്ടൊഴിച്ചു കൊടുക്കാം. കൂട്ടൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുഴി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/4 ഭാഗം ആ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും ആയിട്ടുണ്ട്. നമുക്ക് അപ്പം എടുക്കാം. ഇനി ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒഴിക്കുമ്പം അതിൻ്റെ ഒരു എണ്ണ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒഴിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഫ്ലെയിം കുറച്ചോളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുക്കണി ഒരുക്കുമ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ആർക്കെങ്കിലും റെസിപ്പീസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റായി പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.